السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെ ശ്രവിക്കുന്ന ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണകാലം റബ്ബിലാണ് അഭയം എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു തലക്കെട്ടിലൂന്നിയ ഒരു പരിപാടിയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഈ കേൾവിയും സംസാരവുമെല്ലാം അള്ളാഹു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാശി മുമ്പൊരിക്കലും ഇന്നുവരെ നേരിട്ടിട്ടില്ലാത്ത വിധമുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മുഴുവൻ. കുറെ പ്രായമുള്ള ആളുകൾ പോലും ഇന്നുവരെ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും പോലും നമുക്ക് കഴിയുമായിരുന്നില്ല. ഹയ്യാൽ അസ്സലാത്ത് ഹയ്യാൽ അൽ ഫലാഹ് എന്ന് പള്ളിമിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ നിങ്ങളിനി പള്ളിയിലേക്ക് വരേണ്ടതില്ല എന്ന് നമ്മോട് പറയപ്പെടുന്ന ഒരു കാലം നമുക്ക് വരാനുണ്ട് എന്ന് നമ്മളൊന്നും വിദൂരമായ ഭാവനയിൽ പോലും ഊഹിച്ചിട്ടില്ല. അതെല്ലാം നമുക്ക് വന്നെത്തിക്കഴിഞ്ഞു. പരിശുദ്ധമായ ഹജ്ജിന്റെ വേളയിൽ ഇത്രയും കർക്കശമായ നിയന്ത്രണങ്ങൾ വരുമെന്നുള്ളത് നമ്മളൊന്നും ഒരിക്കലും വിദൂരമായ നമ്മുടെ ഭാവനയിൽ പോലും ഊഹിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് കാലം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് അള്ളാഹു പറയുമ്പോൾ പടച്ച റബ്ബിന്റെ വാക്കിന് എത്രമാത്രം ആഴവും പ്രസക്തിയും ഉണ്ട് എന്ന് ജീവിതത്തിലൂടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. ഏത് രീതിയിൽ നോക്കിയാലും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. എത്ര തന്നെ ജീവിതത്തിൽ അനുഭവ സമ്പത്തുള്ള ആളുകളാണെങ്കിലും നാളെക്കുറിച്ച് പ്രവചിക്കാൻ അവർക്ക് കഴിയില്ല. ഇന്ന് തീരും നാളെ തീരും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാണ്. പക്ഷേ ഓരോ ദിവസവും നമ്മുടെ പ്രതീക്ഷകളുടെ കാലാവധി നീണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും എത്രയും പെട്ടെന്ന് മറുപടി നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാമാന്യ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമാണ് മുഅ്മിനീങ്ങൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ മാത്രം മതി ഇത്രയും വലിയ പരീക്ഷണങ്ങൾ, ഇത്രയും വലിയ വല്ലാത്ത അവസ്ഥകളൊക്കെ മറികടക്കാനും അതിൽ നിന്ന് സമാധാനം കണ്ടെത്താനും പരിശുദ്ധ ഖുർആന്റെ 2 ആയത്തുകൾ മാത്രം മതി. ഏതാണത്? ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ. ഓരോ ഞെരുക്കത്തിന്റെ കൂടെയും എളുപ്പമുണ്ട്. 2 തവണയാണ് ഒറ്റ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പറഞ്ഞത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട് ഒരു ചെറിയ വചനം. എന്താണ്?
ഞാനെന്തിന് ദാരിദ്ര്യത്തെ ഭയക്കണം? ലോകത്തെ ഏറ്റവും ധനാഢ്യന്റെ, ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ അടിമയാണ് ഞാൻ. അങ്ങനെ ഇരിക്കെ ഞാൻ എന്തിന് ദാരിദ്ര്യത്തെ ഭയക്കണം എന്നൊക്കെ വാട്സപ്പിൽ നമ്മളൊക്കെ സ്റ്റാറ്റസ് ഒരുപാട് ആളുകൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൽ ഏറ്റവും വലിയ വൈദ്യന്റെ, ഏറ്റവും വലിയ ഷിഫ നൽകുന്നവന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തിന് രോഗത്തെ ഭയപ്പെടണം? ലോകത്തെ ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നവന്റെ, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കാരുണ്യവാന്റെ, വാത്സല്യനിധിയായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എന്തിന് ബേജാറാവണം? ഞാൻ അതിന് പ്രയാസപ്പെടണം? സൂറത്തു തലാഖിൽ അള്ളാഹു ഒരു വാക്ക് പറയുന്നുണ്ട്, അത് മാത്രം മതി നമുക്ക് സമാധാനിക്കാൻ. എന്താ അള്ളാഹു പറയുന്നത്? വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു ഇന്നല്ലാഹ ബാലിഗു അംരിഹി വമൻ യതവക്കൽ അലല്ലാഹ്. ആര് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബു, അള്ളാഹു അവന് മതിയായവനാണ്. എന്തുകൊണ്ടും ഏത് വിഷയത്തിൽ നോക്കിയാലും അള്ളാഹു അവന് മതിയായവനാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാക്കാണത്. നമ്മുടെ ഈ ക്യാമ്പയിനിന്റെ, നമ്മുടെ ഈ വിഷയത്തിന്റെ, പ്രമേയത്തിന്റെ അടിസ്ഥാനവും അതാണ്. നമുക്കൊന്നും പിന്നെ ഭയപ്പെടാനുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയാണ്. എങ്ങനെയാണ് റബ്ബിലേക്ക് ഒരു പ്രാർത്ഥന നമുക്ക് റസൂലുള്ളാഹി പഠിപ്പിച്ചാന്നല്ലോ. എന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, മരണമില്ലാത്തവനെ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ വെള്ളം കുടിപ്പിക്കണമേ, എനിക്ക് ഉപജീവനം നൽകണമേ. അസ്ലിഹ് ലി ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ, നല്ലതാക്കി തരണമേ, നേരെയാക്കി തരണമേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ദുആ. ആ ദുആ ഉണ്ടല്ലോ, വല്ലാത്തൊരു അർത്ഥമുള്ള ദുആ ആണത്. വലാ തകിൽനി ഇലാ നഫ്സി, അല്ലാഹുവേ എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ. തർഫത ഐനിൻ അബദ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ റബ്ബേ. എന്റെ ആരോഗ്യത്തിന്റെ കാര്യം, എന്റെ ഭക്ഷണത്തിന്റെ കാര്യം, എന്റെ വസ്ത്രത്തിന്റെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ പാർപ്പിടത്തിന്റെ കാര്യം, എന്റെ ജോലിയുടെ കാര്യം, എന്റെ ദീനിന്റെ കാര്യം, എന്റെ പരലോകത്തിന്റെ കാര്യം, റബ്ബേ, ഇതൊന്നും ഒരു സെക്കൻഡ് പോലും, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്റെ സ്വന്തത്തിലേക്ക് നീ ഏൽപ്പിക്കരുതേ റബ്ബേ എന്ന് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് മുഅ്മിനീങ്ങൾ. ആ പ്രാർത്ഥന മനസ്സറിഞ്ഞ് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും അതെല്ലാം അള്ളാഹു അവന്റെ കാര്യങ്ങൾ നേരെയാക്കുന്നതിന്റെ ഭാഗം മാത്രമാണ്. എന്താണ് ഓരോ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവേ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. അല്ലാഹുവേ നീ തടഞ്ഞത് തരാൻ ആരുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തന്നത് തടയാൻ ആരുമില്ല. നീ തന്നത് തടയാനും തടഞ്ഞത് തരാനും ആരുമില്ല. വലാ റാദ്ദ ലിമാ ഖദൈത, നീ വിധിച്ചത്, നിന്റെ വിധി റദ്ദ് ചെയ്യാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി ചൊല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന സമാധാനം ചെറുതൊന്നുമല്ല. ആ പ്രാർത്ഥനയുടെ അന്തസ്സത്തെ അയാൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയുടെ അർത്ഥഗാംഭീര്യം അയാളുടെ ഹൃദയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അയാൾ അനുഭവിക്കുന്ന സമാധാനത്തിന് തുല്യമായൊരു സമാധാനം ലോകത്തൊരാൾക്കും ഒരു കാര്യം കൊണ്ടും അനുഭവിക്കാൻ കഴിയില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. പിന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ അഭയം തേടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭയം നൽകുന്നത് എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല. അള്ളാഹുവിന് കൂടുതൽ സ്നേഹമുള്ളവർ ഈ ദുനിയാവിലുണ്ട്. ആരാണത്? പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ ആരാണോ കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവർ അവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ ശ്രേഷ്ഠർ. അവർക്ക് അള്ളാഹുവിന്റെ സന്നിധിയിൽ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന് അവരോട് കൂടുതൽ ഇഷ്ടമുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അള്ളാഹു ഒരു പോംവഴി ഉണ്ടാക്കി കൊടുക്കും, എല്ലാത്തിൽ നിന്നും ഒരു രക്ഷ ഉണ്ടാക്കി കൊടുക്കും, ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കും എന്ന് അള്ളാഹു പറഞ്ഞതാണ്. ജീവിതത്തിൽ പ്രയാസം വരുമ്പോൾ മാത്രം പള്ളിയിലേക്ക് വരുന്ന മനുഷ്യന്മാരുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രം കണ്ണ് മേൽപോട്ട് ഉയർത്തിയിട്ട് അള്ളാഹ്ന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ആ കാറ്റഗറിയിൽ നമ്മൾ പെട്ടുപോകാതെ സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ നാം പ്രതിസന്ധിയെ നേരിടുന്നതിന് മുമ്പ്, എന്തെങ്കിലും വലിയ പ്രയാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ, കരഞ്ഞുകൊണ്ട് നാം റബ്ബിലേക്ക് കൈ ഉയർത്തുന്നതിന്റെ മുന്നേ
ആ റബ്ബും നമ്മളും തമ്മിൽ രഹസ്യമായ ഒരു ബന്ധം നാം സ്ഥാപിക്കേണ്ടതുണ്ട്. ഹൃദയംഗമമായ ഒരു ബന്ധം നാം സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ ശബ്ദം, നമ്മുടെ ദുആ, നമ്മുടെ തേട്ടങ്ങൾ അത് ആകാശത്തുള്ള മലക്കുകൾക്ക് സുപരിചിതമാകേണ്ടതുണ്ട്. അവർക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില ആളുകളെ കണ്ടിട്ടില്ലേ, അവര് നിസ്കരിക്കൂല, അള്ളാഹിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല, അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ സമയം പള്ളികൾ അടച്ചിട്ട് പല പള്ളികളും 15 ആൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം തുറന്നു കൊടുത്തപ്പോ നിസ്കരിക്കാൻ 15 ആള് പോയിട്ട് 5 ആള് പോലും ഇല്ല. ഇപ്പൊ ബാറ് തുറന്നപ്പോ ഒരുപാട് ആളുകൾ കച്ചറ ഉണ്ടാക്കിയിരുന്നു. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര കൂത്തായിരുന്നു. എന്താണ് പറഞ്ഞത്, എന്താ പള്ളി തുറക്കാത്തത്, ബാറ് തുറക്കുന്നുണ്ടല്ലോ, എന്നാൽ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന പള്ളി പോവോ നിസ്കരിക്കാൻ? അതില്ല. പള്ളി തുറന്നാലും ജുമാ നിസ്കരിക്കണൊക്കെ ഇപ്പൊ ഐച്ഛിക ആയി മാറിയിരിക്കുന്നു. ഇപ്പൊ ഒരു ചോയ്സ് ആണ്. ജുമാക്ക് പോണോ പോണ്ടയോ എന്നുള്ളത് ഒരു ചോയ്സ് ആണ്. ബീച്ചിൽ പോണോ പോണ്ടയോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നതിന് സമമായിരിക്കുന്നു ഇപ്പൊ ജുമാക്ക് നിസ്കരിക്കാൻ പോണോ വേണ്ടയോ എന്ന ചോദ്യം. ആ രീതി ആയിരിക്കുന്നു. നിസ്കരിക്കാനോ അള്ളാഹുവിനെ ഓർമ്മിക്കാനോ ദുആ ചെയ്യാനോ അല്ലെങ്കിൽ കാരണം ദീനിയായ ഉത്ബോധനങ്ങൾ വളരെ കുറവാണ്. ആകെ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ ആകെ കിട്ടുന്ന ഒരു ഉത്ബോധനം ഖുതുബയാണ്. അതും ഇല്ലാണ്ടായിരിക്കുന്നു. പിശാച് വല്ലാതെ മനുഷ്യനെ പിടിച്ചുപോയി. വല്ലാതെ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മത്തിലെ പല ആളുകളും. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ എത്തുന്നതിന്റെ മുന്നേ അള്ളാഹുവിലേക്ക് കൈ ഉയർത്താൻ നമുക്ക് അങ്ങേയറ്റത്തെ അർഹതയുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുആ സ്വീകരിക്കാൻ ചില എളുപ്പമാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് എളുപ്പമാർഗങ്ങൾ? എളുപ്പത്തിൽ ദുആ സ്വീകരിക്കുന്ന സമയങ്ങളുണ്ട്, എളുപ്പത്തിൽ ദുആ സ്വീകരിക്കുന്ന മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒരു മാർഗമായി റസൂല് പഠിപ്പിച്ചത് തവസ്സുലാണ്. തവസ്സുലിലൂടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് എളുപ്പത്തിൽ ഉത്തരമുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അത് പഠിപ്പിച്ചു തന്നത് 3 പേരുടെ ഒരു അനുഭവത്തിലൂടെയാണ്. ആ അനുഭവം നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. എന്താണ് അനുഭവം? അവർ 3 പേര് കോരിച്ചൊരിയുന്ന മഴയത്തും കൊടുങ്കാറ്റിലും ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ ഗുഹയുടെ മുഖം, ആ ഗുഹയുടെ വാതിൽ ഒരു വലിയ പാറക്കല്ല് വന്ന് അടഞ്ഞുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ ആൾ ദുആ ചെയ്യാൻ തുടങ്ങി. എന്താണ് അയാൾ ദുആ ചെയ്തത്? അയാൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുത്ത നന്മ, മാതാപിതാക്കൾക്ക് അയാൾ നൽകിയ ഒരു പരിഗണന, ആ പരിഗണന മുന്നിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് അയാൾ ദുആ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയാളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. പാറക്കല്ല് കുറച്ച് അങ്ങോട്ട് നീങ്ങി. രണ്ടാമത്തെ ആളും പ്രാർത്ഥിച്ചു. അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? സുന്ദരിയായ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാനുള്ള എല്ലാ അവസരങ്ങളും കിട്ടിയിട്ടും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് മാത്രം ആ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്ന തന്റെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥത മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചു. പാറക്കല്ല് കുറച്ചുകൊണ്ട് നീങ്ങി. മൂന്നാമത്തെ ആൾ ദുആ ചെയ്തത് എന്താണ്? അയാൾ ജീവിതത്തിൽ തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ജോലിക്കാരൻ അയാൾ നൽകിയ ഒരു ദാനം മുന്നിൽ വെച്ച് അയാൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിച്ചു. ആ ഗുഹാമുഖത്ത് നിന്ന് ആ പാറക്കല്ല് മുഴുവനായി നീങ്ങുകയും അവർ 3 പേരും രക്ഷപ്പെടുകയും ചെയ്തു. ഇത് 3 കാറ്റഗറിയിലുള്ള നന്മകളാണ് നമ്മൾ മനസ്സിലാക്കണം. 3 രീതിയിലുള്ള നന്മകളാണ്. ഒന്നാമത്തെ നന്മ ഏതാണ്? മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കലാണ്. അത് വലിയ നന്മയാണ്. അത് ആത്മാർത്ഥമായി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കാനുള്ള വലിയൊരു മാർഗമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത്. മാതാപിതാക്കൾക്ക് മാത്രമല്ല, കുടുംബ ബന്ധം ചേർക്കുക എന്നത് വലിയ നന്മയാണ്, വലിയ സുഹൃതമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആർക്കെങ്കിലും ആയുസ് വർദ്ധിക്കുവാനും റിസ്ക് വർദ്ധിപ്പിച്ചു കിട്ടുവാനും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആത്മാർത്ഥമായി നമ്മൾ അത് ചെയ്തു നോക്ക് പ്രിയപ്പെട്ടവരെ. അതൊരു ഫോൺ കോൾ കൊണ്ടായാലും, ഒരു സലാം പറച്ചിൽ കൊണ്ടായാലും, ഒരു ഭക്ഷണം ഉണ്ടാക്കി വീട്ടിലേക്ക് വിളിക്കുന്നത് കൊണ്ടായാലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി അവിടേക്ക് കൊണ്ടുകൊടുക്കുന്നത് കൊണ്ടായാലും, ഒരു പുഞ്ചിരി കൊണ്ടായാലും, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബ ബന്ധം ചേർക്കാൻ നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും റബ്ബിന്റെ മുന്നിൽ വലിയ സ്ഥാനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ അക്കൗണ്ട് നമ്മളൊന്ന് നോക്കണം, പിറകിലേക്കൊന്ന് നോക്കണം. കുടുംബ ബന്ധം ചേർക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുടുംബ ബന്ധം ചേർക്കാൻ എന്നാൽ കുടുംബത്തിൽ പേരെടുക്കാനല്ല, വലിയ പാർട്ടിയൊക്കെ വെച്ച് വലിയ ഭക്ഷണമൊക്കെ വിളമ്പി ഭയങ്കര എന്റെ വീടിന്റെ മൊഞ്ച് കാണിക്കാനും എന്റെ സമ്പത്തിന്റെ ആധിക്യം കാണിക്കാനും വേണ്ടിയിട്ട് ഞാൻ തട്ടിക്കൂട്ടുന്ന പാർട്ടിയെ കുറിച്ചല്ല പറഞ്ഞത്. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ ആ മാർഗത്തിൽ, ആ രീതിയിൽ, ആ നീയത്തോടുകൂടി ഞാൻ എന്തെങ്കിലും എന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ, എന്റെ ഉമ്മാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ,
എന്റെ വാപ്പാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇനി ഉമ്മയും ഉപ്പയും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ, അതിന് സാക്ഷിയാകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം അള്ളാഹുവിന്റെ അഭയകേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. ആ ഒരു പ്രവർത്തനം മുന്നിൽ വെച്ച്, ആത്മാർത്ഥമായ പ്രവർത്തനം മുന്നിൽ വെച്ച് അള്ളാഹുവിന്റെ സവിധത്തിൽ നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ ആവശ്യം നിവർത്തി തരും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ നന്മയുടെ കാറ്റഗറി ഏതാണ്? അള്ളാഹുവിനെ ഓർത്തിട്ട് ഒരു തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. നമ്മുടെ ജീവിതം നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. നാം ഒരു പെണ്ണിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഹറാമായ എന്തെങ്കിലും കാണാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ, അള്ളാഹിനെ പേടിച്ചിട്ട് എന്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്റെ റബ്ബ് എന്നോട് ഇത് നിരോധിച്ചതാണ് എന്ന ഒരൊറ്റ വികാരം കൊണ്ട് ആ ഒരു കാഴ്ചയിൽ നിന്ന് നാം മാറി നിൽക്കുന്നുണ്ടോ? ആ ഒരു ചാറ്റിങ്ങിൽ നിന്ന് നാം മാറി നിൽക്കുന്നുണ്ടോ? ആ ഒരു ഫോൺ കോളിൽ നിന്ന് നാം മാറി നിൽക്കുന്നുണ്ടോ? ആ ഒരു വീഡിയോ കോളിൽ നിന്ന് നാം മാറി നിൽക്കുന്നുണ്ടോ? ആ ഒരു സല്ലപത്തിൽ നിന്ന് നാം മാറി നിൽക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആ മാറി നിൽക്കൽ വലിയൊരു പുണ്യമാണ്, നന്മയാണ്. അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം മാറി നിൽക്കൽ. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്കുള്ള വലിയ പാഠം അതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, സ്ത്രീകൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ യജമാനത്തെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വഴങ്ങിയില്ല. വീണ്ടും അങ്ങനെയുള്ള ശ്രമങ്ങൾ 4 ഭാഗത്തും ഉണ്ടായപ്പോ അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്താണ്? قال رب السجن أحب إلي مما يدعونني إليه وإلا تصرف عني كيدهن أصب إليهن وأكن من الجاهلين. അള്ളാഹുവേ, ഏതൊന്നിലേക്കാണോ ഇവൻ എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സുഖത്തേക്കാൾ, ആ ആനന്ദത്തേക്കാൾ, ആ അനുഭൂതിയേക്കാൾ എനിക്കിഷ്ടം ജയിലിന്റെ ഇരുട്ടറകളാണ് റബ്ബേ. കാരണം ആ അനുഭൂതി നിന്റെ തൃപ്തിക്കേടാണ്, ജയിലിന്റെ ഇരുട്ടറയാണ് അതിനേക്കാൾ നിന്റെ തൃപ്തിയിലേക്കുള്ള എളുപ്പ വഴി. അതുകൊണ്ട് എനിക്കിഷ്ടം ജയിലിന്റെ ഇരുട്ടറകളാണ് റബ്ബേ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അദ്ദേഹത്തെ അള്ളാഹു പിന്നീട് രാജാധികാരത്തിൽ എത്തിച്ചു. അങ്ങനെ ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കാണാനുണ്ടോ? നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടോ? അള്ളാഹുവിനെ ഓർത്തിട്ട് ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് നാം മാറി നിന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു തെറ്റിൽ നിന്ന് നാം മാറി നിന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് നമ്മുടെ അക്കൗണ്ടിൽ കാണാൻ കഴിയുമെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിന്റെ അഭയകേന്ദ്രത്തിലേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. മൂന്നാമത്തത് ഏതാണ് പ്രിയപ്പെട്ടവരെ? സദഖ. നമ്മുടെ ജീവിതത്തിൽ സദഖയുണ്ടോ? സദഖ എന്ന് പറയുമ്പോൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ, ഇടത് കൈ കൊടുക്കുന്നത് വലത് കൈ അറിയാതെ, ഒരു തരത്തിലുള്ള കോംപ്ലിമെന്റുകളോ അപ്രിസിയേഷനുകളോ ഒന്നും ആഗ്രഹിക്കാതെ നമ്മൾ ചെയ്യുന്ന സദഖകൾ, ദാനധർമ്മങ്ങൾ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, അങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അങ്ങനെയുള്ള ദാനധർമ്മമാണോ എന്റെ ദാനധർമ്മം? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? നാം ഒന്ന് നമ്മുടെ സദഖകളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ആർക്കാണ് നാം ആ സദഖ കൊടുത്തത് എന്ന് ആലോചിച്ച് നോക്കുക. ആ മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയാൽ ഈ സദഖയെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുമോ എന്നുകൂടി നമ്മൾ ചിന്തിച്ചു നോക്കുക. മനസ്സിലാവാത്തവർക്ക് ഉദാഹരണമായി പറയാം. അയാളുടെ വളരെ അത്യാവശ്യമായ ഒരു സർജറിക്ക് വേണ്ടി നമ്മളെ സമീപിക്കാണ്. നാട്ടിൽ ആരും അറിയില്ല, വേറെ ആരും അറിയില്ല. നമ്മൾ രഹസ്യമായി സമീപിക്കാണ്. നമ്മൾ അയാൾക്ക് നല്ലൊരു തുക, ആ സർജറിക്ക് വേണ്ട മുഴുവൻ തുകയും നമ്മൾ അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് അയാളോട് പറയുന്നു, നിങ്ങൾ ഇത് പുറത്ത് ആരോടും പറയരുത്, നിങ്ങൾ ഒരാളോട് മിണ്ടരുത് എന്ന് അയാളോട് പറയുന്നു. എന്നിട്ട് അയാൾ നമ്മൾ കൊടുത്തു വിടുന്നു. ആ സദഖയും കൊടുത്ത അയാള് നമ്മുടെ അടുത്ത് നിന്ന് പോയി. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അയാളെ കാണുമ്പോൾ അയാൾ നമ്മളോട് വളരെ മോശമായി പെരുമാറാണ്, വളരെ റഫായിട്ട് നമ്മളോട് പെരുമാറാണ്. അങ്ങനെ ഒരു ഉപകാരം നമ്മിൽ നിന്ന് കിട്ടിയെന്ന ഒരു ഓർമ്മയും ഇല്ലാത്ത വിധം അയാൾ നമ്മളോട് പെരുമാറാണ്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വികാരം എന്താണ്? നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നുന്നുണ്ടോ, ഇവനാണോ ഞാൻ ഉപകാരം ചെയ്തു കൊടുത്തത്, ഒരു നന്ദിയില്ലല്ലോ ഇവന് എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ? ആ കാര്യം നമ്മൾ അയാളോട് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പറയുമോ എന്ന് ആലോചിച്ചാൽ നമ്മുടെ സദഖകൾ എത്രമാത്രം ആത്മാർത്ഥമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയം മറുപടി പറയുന്നത് ഇല്ല, ഓൻ എന്തെന്നെ പറഞ്ഞാലും ഏത് രീതിയിൽ എന്നോട് പെരുമാറിയാലും ആ സദഖയുമായി അവന്റെ പെരുമാറ്റത്തിന് ബന്ധമില്ല. കാരണം ഞാൻ കൊടുത്തത് അവനല്ല, ഞാൻ കൊടുത്തത് റബ്ബിനാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് അവൻ ഏത് രീതിയിൽ പെരുമാറിയാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ് നമ്മുടെ ഹൃദയം മറുപടി പറയുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം സമ്പന്നരാണ്, വലിയ സമ്പന്നരാണ്.
കാരണം അള്ളാഹുവിന്റെ അഭയകേന്ദ്രത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്കുള്ള വലിയൊരു മാർഗമാണത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പരീക്ഷണ കാലത്തിൽ അള്ളാഹുവിലേക്ക് അഭയം നേടിയെടുക്കാനുള്ള സൽക്കർമ്മങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു കൂട്ടേണ്ടതുണ്ട്. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക, ഏത് വിധേനയും അള്ളാഹുവിന്റെ അഭയത്തിലേക്ക്. അതിന് ദുആ മാത്രമല്ല, ആ ദുആ ചെയ്യുമ്പോ വസീലയായി ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട്, നമ്മുടെ പക്ഷത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ കെടാതെ സൂക്ഷിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് ഉപദേശിക്കുന്നത് എന്താണ്? യൂസുഫിനെയും നഷ്ടപ്പെട്ടു, ബിന്യാമീനെയും നഷ്ടപ്പെട്ടു. യൂസുഫിനെ നഷ്ടപ്പെട്ടതിന് ശേഷം കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണ് വെളുത്തുപോയി. എന്നിട്ടും യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എന്താണ്? യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ് വഅഖീഹി വലാ തയഅസു മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിങ്ങൾ ഇനി അന്വേഷിക്കുക, വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ബാല്യകാലത്ത് നഷ്ടപ്പെട്ടു പോയ യൂസുഫ് എന്ന തന്റെ പ്രിയപ്പെട്ട മകൻ, ആ മകനെ കുറിച്ച് നിങ്ങൾ ഇനി അന്വേഷിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികളാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുക എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും പ്രതീക്ഷ വാങ്ങാൻ പാടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫിറഔനിന്റെ പടയാളികളും, ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്താണ്? അള്ളാഹു, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ നാഥൻ എനിക്ക് തീർച്ചയായും വഴി കാണിച്ചു തരും. ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവുമായി ഇത്തരത്തിലുള്ള ഒരു രഹസ്യ ബന്ധം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നമ്മുടെ കടമകൾ നിർവഹിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർത്തുകൊണ്ട്, നമ്മുടെ അള്ളാഹു പറഞ്ഞ മാർഗത്തിലൂടെ ആ രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയന്ന് പൂർണ്ണ തഖ്വയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്ന ആ ഒരു സമ്പാദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വതക്കകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അമലുകൾ നമ്മുടെ കയ്യിൽ മുതൽക്കൂട്ടായി ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ അഭയകേന്ദ്രത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ടായിരിക്കും. അള്ളാഹുവിനുള്ള ദുആയിൽ നമുക്ക് തീർച്ചയായും ഒരു സ്ഥാനമുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അഭയകേന്ദ്രത്തിൽ അഭയം തേടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ, ഈ മഹാപ്രതിസന്ധിയെ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് നമ്മിൽ നിന്ന് ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഈ ലോകത്തിൽ നിന്ന് ഈ മഹാമാരിയെ അള്ളാഹു എത്രയും വേഗം ഉയർത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.